നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന വഞ്ചന, ചതി, നിരാശ, ദേഷ്യം അല്ലെങ്കിൽ സങ്കടം ഇവിടെയൊക്കെ വിത്തുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. ആ കാലം കഴിഞ്ഞു പോന്നു എങ്കിൽ തന്നെയും അവയുടെ വേദനകൾ നമ്മൾ സ്ഥിരമായി മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. നമ്മുടെ ഉപബോധ തലത്തിൽ അത് മുദ്രണം ചെയ്യപ്പെടാറുമുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥാവിശേഷം തന്നെയാണ്. കാരണം എന്താണെന്നോ, ഇത്തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന ഇത്തരത്തിലുള്ള വഞ്ചനയുടെയും ചതിയുടെയും നിരാശയുടെയും എല്ലാം ഇത്തരത്തിലുള്ള രേഖകളുണ്ടല്ലോ, ഇവ വിത്തുകളായി നമ്മുടെ ഉപബോധ മനസ്സിൽ കിടന്നിട്ട് അത് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അനുഭവത്തെ തന്നെ, അത്തരത്തിലുള്ള സന്ദർഭത്തെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെയും പിന്നെയും അട്രാക്ട് ചെയ്യാൻ, ആകർഷിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെയേറെ തന്നെയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്ക് മനസ്സിന് പിടിക്കാത്ത ഒരു ഭക്ഷണം കഴിച്ചാൽ അത് അജീർണമുണ്ടാക്കും. എന്നാൽ ഇതേ ഭക്ഷണം തന്നെ കുറഞ്ഞ അളവിൽ നന്നായി ഭക്ഷിച്ചാൽ അതും നമ്മുടെ ശരീരത്തിന് പോഷകവുമാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പൂർണ്ണമായും മാറ്റിവെച്ചിട്ട് അത്തരത്തിൽ എന്തെങ്കിലും സങ്കടകരമായ വഞ്ചന അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവയെ നേരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് അവയെ പൂർണ്ണമാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകും. അങ്ങനെ നമുക്കും പോസിറ്റീവാകാം.